കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലം പൊത്തി 2 പേർക്ക് പരിക്ക്. പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിലെ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിലെ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാലപ്പഴക്കമുള്ള വീട് ശക്തമായ മഴ തുടരുമ്പോഴാണ് തകർന്നു വീണത്. വീട് തന്നെ ഇങ്ങോട്ട് മറിഞ്ഞു പോകുന്നു. അത്ര എനിക്കറിയാം, ഉറക്കത്തിലായിരുന്നു. പിന്നെ ആൾക്കാരെ വലിച്ചു കടിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മയാണ്. പിന്നെ അപ്പോഴത്തെ ആശുപത്രി കൊണ്ടുപോയി ചങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യുടെ ഇവിടെ പരിക്കേറ്റവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അമ്മിണിക്കാണ് കൂടുതൽ പരിക്കുള്ളത്. ഇവരുടെ വാർക്ക വീട് പൂർണ്ണമായി നിലം പൊത്തുകയായിരുന്നു. നാട്ടുകാർ എത്തിയാണ് ഇവരെ പുറത്തെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു സ്ഥലം സന്ദർശിച്ച് അപകടത്തിൽ പരിക്കേറ്റ കൃഷ്ണൻകുട്ടിക്കും ഭാര്യ അമ്മിണിക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളും അടിയന്തര സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നറിയിച്ചു. ഞങ്ങൾക്ക് അടിയന്തരമായി ഇപ്പോൾ അമ്മിണി ചേച്ചിക്കും കൃഷ്ണൻകുട്ടി ചേട്ടനും ഇനി ഒരു വീടില്ല. അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ ഒരു സൗകര്യമില്ല. അത് അടിയന്തരമായി പഞ്ചായത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലത്ത് ഏകദേശം ഒരു 90-95 കാലഘട്ടത്തിൽ ഹൗസിംഗ് ബോർഡ് പണിയിപ്പിച്ച് കൊടുത്ത വീടുകളാണ്. അതിൽ കുറേ ആളുകൾ ഇവിടുന്ന് താമസം മാറിപ്പോയി. കുറേ വീട്ടുകാർ നമ്മുടെ പൂച്ചക്കുത്ത് 2-ാം വാർഡിൽ നിന്ന് ക്യാച്ചിങ് ഏരിയയിൽ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിച്ചിരുന്ന ഒരു 10 വീട്ടുകാരെ ഇവിടെ പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്ത ലൈഫ് ഭവന പദ്ധതിയിൽ അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുത്ത് ഒരു 10 വീട്ടുകാരെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. മറ്റേ ഹൗസിംഗ് ബോർഡിൻ്റെ തന്നെ നിലനിൽക്കുന്ന ആ വീടിൽ തന്നെ താമസിക്കുന്ന ഒരു 4-5 വീട്ടുകാർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിലൊരു വീടാണ് നമ്മുടെ അമ്മിണി ചേച്ചിയുടേത്. അപ്പോൾ അമ്മിണി ചേച്ചി ഉൾപ്പെടെ ബാക്കി 4 വീട്ടുകാർക്കും വാസയോഗ്യമല്ലാത്ത വീടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുപോലെ ഈ കാലാവസ്ഥ പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ അവരെയും കൂടി അടിയന്തരമായി മാറ്റി പാർപ്പിക്കേണ്ട ഒരു ആവശ്യമാണ് ഞങ്ങളുടെയൊക്കെ നിരീക്ഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കോളനിയുടെ പരിസരത്തുകൂടി ആനശല്യം എന്നും ഇവരുടെ വീടിൻ്റെ പുറകുവശത്ത് എന്നും ആന വരുന്നതാണ് എന്നാണ് ഈ സമീപവാസികൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു രീതിയിലും വന്യമൃഗശല്യം മൂലം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ പ്രതികൂല കാലാവസ്ഥയിൽ അവർക്ക് കൊച്ചു വീടുകൾ, എല്ലാവരുടെ സ്വപ്നമാണ് നമ്മുടെ ഭവനം എന്നുള്ളത്. ആ കൊച്ചു ഭവനത്തിൽ പോലും താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നമുക്ക് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഒരു അപായം ഇവിടെ ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു നടപടിക്രമങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരുമായിട്ട് ആലോചിച്ച് മറ്റുള്ളവരുടെയും കൂടി മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാമെന്നാണ് ഞങ്ങൾ ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന വീടുകളാണ് ഇവിടെ ഉള്ളതെന്നും ഇവിടെ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഈ വീട് ഇടിഞ്ഞ് നിലത്ത് ചാടി കിടക്കുന്നതിനകത്തുനിന്ന് ആളെ എങ്ങനെ രക്ഷിക്കുന്ന അറിയാൻ പാടില്ലാണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്ക് എങ്ങനെ കയറാൻ അറിയാൻ പാടില്ല. കാരണം ലൈൻ കമ്പിയും കിടക്കണം, ഭയങ്കര മഴയായിരുന്നു. ബേസിൽ എന്ന് പറഞ്ഞ പയ്യനാണ് ഇതിൻ്റെ ഉള്ളിക്കട കയറി. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിക്കട കയറി ഇവിടുന്ന് ഞങ്ങൾ ഈ സമയത്ത് മൊത്തം കല്ല് പറക്കി മാറ്റി. ആളെടുത്തപ്പോൾ ആളുടെ ദേഹത്ത് നിറച്ച് കല്ല് പൊതിഞ്ഞ് കിടക്കുമായിരുന്നു. ആ ചേച്ചിയുടെ ദേഹത്ത് കട്ടിൽ കിടന്നിട്ട് ആ ചേട്ടൻ്റെ സൈഡിൽ മൂലക്കരുത് ചേട്ടനെ ഞങ്ങളെടുത്ത് പുറത്തേക്ക് ഇറക്കുകയും ചെയ്തായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആ ചേച്ചീനെ പുറത്തേക്ക് ഇറക്കി ഞങ്ങൾ നേരെ ആശുപത്രിയിലേക്ക് ഇവിടുന്ന് കയറ്റി കൊണ്ടുപോയി. എടുത്തപ്പോൾ തന്നെ പൾസൊക്കെ പോയി ആൾ തീർത്ത് ഇതായിരുന്നു. പിന്നെ ഇവിടുന്ന് പിള്ളേർക്ക് അറിയാവുന്ന 2 പേരുണ്ടായിരുന്നു. അവർ ഫസ്റ്റ് എയ്ഡോ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടുത്തെ കോളനിയുടെ മൊത്തം വീടിൻ്റെ അവസ്ഥകൾ ഇത് തന്നെയാണ്. ഇവിടെ 35 വർഷമായിട്ട് താമസിക്കുന്ന ഈ ആളുകൾക്കൊന്നും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇന്നില്ല. കാരണം ഇവിടെ രാവിലെ ഒരു 6 മണി മുതൽ ആളുകൾ പണിക്ക് പോകുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത്. ഈ ഇവിടുന്ന് എല്ലാവരും പണിക്ക് പോകുന്നു. രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്കാണ് ഇവിടെ ആളുകളെത്തുന്നത്. ഇവർക്ക് ആ സമയങ്ങളിൽ ഒന്നും ഇങ്ങോട്ട് എത്തിച്ചേരാൻ പോലുമുള്ള സൗകര്യങ്ങളില്ല. കാരണം ആന രാവിലെ ഒരു 6 മണി വരെ ഇവിടെയുണ്ട്. വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ആന ഇറങ്ങി വരുന്ന സാഹചര്യം. ഈ കോളനിക്ക് ചുറ്റും ഒരു ഫെൻസിങ് ഇടാനോ അല്ലെങ്കിൽ ഈ കോളനിയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു നടപടി ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. പഞ്ചായത്തും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അടിയന്തരമായിട്ട് ഇന്ന് ഇങ്ങനെ ഒരു വീട് മറിഞ്ഞു ചാടിയപ്പോഴാണ് പഞ്ചായത്ത് ഇവിടെ വരാനും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വന്ന് ഇത് സന്ദർശിക്കാണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇത് ഇവരുടെ ദൈവാധീനം കൊണ്ടോ ഈ നാട്ടിലെ ജനങ്ങളുടെ ദൈവാധീനം കൊണ്ടോ ആണ് ഈ 2 പേരുടെ ജീവൻ ഇന്ന് നിലനിൽക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ വളരെ ശോചനീയമായുള്ള അവസ്ഥയിലാണ് ഇവിടെയുള്ള ഈ 35ഓളം കെട്ടിടങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് സംഭവിച്ചു, ഇതെല്ലാവരും വന്നു കണ്ടുപോയി. ഇത് ഇനി ഈ രീതിയിൽ തന്നെ അങ്ങോട്ട് പോകരുത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ബാക്കിയുള്ള വീടുകളെ എല്ലാം ഉടനെ തന്നെ ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് അവരെല്ലാം അധിവസിപ്പിക്കണം. അവരുടെ എല്ലാം വീടുകൾ ഒക്കെ നന്നാക്കി കൊടുക്കണം. അവർക്ക് ജീവിക്കാൻ പാകത്തിനാക്കി കൊടുക്കണം. എല്ലാം കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടുകളാണെല്ലാം.
ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.